പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. ചാനൽ അർണോത്സ ശാസ്ത്ര പഠനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡ്. ഇന്ന് ചിന്തിക്കുന്ന വിഷയം പരിമിതികളിൽ പതറാത്ത വ്യക്തി. ആധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 27 മുതൽ 35 വരെയുള്ള വാക്യങ്ങളുടെ ചെറിയൊരു ചിത്രീകരണമാണ്. ഗബ്രിയേൽ ദൂതൻ മറിയയോട് പറഞ്ഞ കാര്യം നമ്മുടെ പശ്ചാത്തലത്തിലും ചിന്തയ്ക്കനുസൃതമായ വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ അന്നത്തെ സാഹചര്യവും പശ്ചാത്തലവും മതപരമായും രാഷ്ട്രീയപരമായും യഹൂദ കൾച്ചർ അനുസരിച്ച് നാം ചിന്തിച്ചാൽ വലിയ വിഷയമുള്ള ദൂതൻ ഈ മറിയോട് പറയുന്നത് നിന്റെ മകൻ രാജാവാകുമെന്നാണ്. ചെറിയ കാര്യമൊന്നുമല്ല. ഇന്ന് വിദേശത്ത് പോകുന്നോ അല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനത്ത് എത്തുമെന്നോ ലോട്ടറി ലഭിക്കുമെന്നൊക്കെ ആണല്ലോ പുതിയ പുതിയ പ്രവചനങ്ങൾ. ഭൗതിക വിഷയത്തിൽ മാത്രം പോകുമ്പോൾ ഗബ്രിയേൽ ദൂതൻ മറിയയോട് പറയുന്ന നിനക്കൊരു മകനുണ്ടാവും, അവൻ രാജാവാകുമെന്നാണ്. ലൂക്കോസിന് സുവിശേഷം 1-ാം അധ്യായം 32-ാം വാക്യം. ഒരു രാജകുമാരന് ജന്മം നൽകാൻ താൻ രാജ്ഞിയോ പ്രഭുകുമാരിയോ അല്ലല്ലോ. മാത്രമല്ല, ഇപ്പോൾ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന മനുഷ്യൻ ഒരാചാര്യ. ഓർക്കണം, ഈ മറിയ ചിന്തിച്ച തെറ്റല്ല, നല്ല വിവേകമുള്ള സ്ത്രീയ. കേട്ടപാടെ വിശ്വസിച്ച കണ്ണുടച്ച് ഞാൻ ചോദിക്കട്ടെ, ലളിതമായി ഇന്നത്തെ ഭാഷയിൽ ചോദിച്ചാൽ, എന്നോടൊരാൾ പ്രവചനം പറയുക താങ്കൾ ഭാവിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നത് ഞാൻ ചിരിച്ച് അന്നേരം തള്ളിക്കളയും. കാരണം ഇന്ത്യൻ പൗരനായിരിക്കുന്ന എനിക്ക് ഇവിടുത്തെ നിയമം അനുസരിച്ച് സെക്കുലർ ഡിഗ്രി വേണം. അത് പലർക്കും ഉണ്ട്, പല ഡിഗ്രികളുണ്ട്. ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഉന്നത സ്ഥാനത്ത് 10 വർഷത്തിലധികം വഹിച്ചിരിക്കണമെന്നും ഇന്ത്യൻ പൗരനായിരിക്കണമെന്നും ചില നിബന്ധനകൾ കൊടുത്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ പ്രസിഡന്റ് ആകാനുള്ള ക്വാളിഫിക്കേഷനും ഒക്കെ ഇവിടെ നിജപ്പെടുത്തിയിരിക്കുന്നതിൽ അപ്പുറമാണ് അമേരിക്കൻ പ്രസിഡന്റ് ആകുക. ആരെങ്കിലും വെറുതെ പ്രവചനം കേട്ടിട്ട് സ്ത്രീകളെ നിങ്ങൾ തുള്ളിച്ചാടരുത്. നാട്ടുനടപ്പും ദേശത്തെ നിയമമൊക്കെ നോക്കിയിട്ടേ ദൈവം പ്രവചിക്കുകയുള്ളൂ. വെറുതെ ഇല്ലാത്ത കാര്യം പറയുകയില്ല. ബോഷ്ക്ക് പറയാൻ അവൻ മനുഷ്യനല്ല. ദൈവയുടെ ബോഷ്ക്കല്ല പറഞ്ഞത്, സത്യമാണ് പറഞ്ഞത്. എന്നാൽ യോസഫ്, ആശാരിയ യോസഫിന് പറയാൻ ഒരു രാജബന്ധം പറയാനുണ്ട്. കാരണം അതുകൊണ്ട് മറിയം അറിയാതെ ആത്മകഥം പോലെ തന്നെ ചോദിച്ചുപോയി, ഇതെങ്ങനെ സംഭവിക്കും? ലൂക്കോസ് 1-ാം അധ്യായം 34-ാം വാക്യം. ഇത് ആത്മകഥമാണ്, പരാതിയല്ല. ഇതെങ്ങനെ സംഭവിക്കും? മാനുഷികമായ ചിന്തയാൽ അസാധ്യമെന്ന് കരുതുന്നതിനെ സാധ്യമാക്കി തീർക്കുന്നതാണ് യഥാർത്ഥ ദൈവത്തിന്റെ ശക്തി. അത് വ്യക്തികളിൽ കൂടെയും ഈ ഭൂമിയിലും പ്രപഞ്ചത്തിലൊക്കെ നിയന്ത്രണമുള്ള, അധികാരമുള്ള, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവത്തിന് എന്തും പ്രവർത്തിക്കാൻ അധികാരാവകാശമുണ്ട്. ആരും ചോദ്യം ചെയ്യേണ്ട. പക്ഷെ യോസേപ്പ് ദാവീദിന്റെ കുലത്തിലും ഗോത്രത്തിലും പിറന്നവനാണ്. പക്ഷെ ഇപ്പോഴും പ്രവൃത്തി ആശാരിപ്പണിയാണ്. അതുകൊണ്ട് ദൈവം ആരെയും ഏതവസ്ഥയിലും പരിഗണിക്കും. മറക്കരുത്, താരന്തിന്റെ ഉപമയിൽ പറഞ്ഞതുപോലെ വിശ്വസ്തരായി നോക്കി ദൈവം സെലക്ട് ചെയ്തെടുത്തതാണ്. അതുപോലെ നമ്മളെ സെലക്ട് ചെയ്യുകയാണ്. ഏത് വിഷയത്തിലും യുക്തിപരമായി ചിന്തിച്ചാൽ ഒരു നിഗമനത്തിൽ, കൺക്ലൂഷനിലെത്താം. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളെ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൺവിൻസ് ചെയ്യുകയാണ്. ഞാൻ യുക്തിവാദിയല്ല, യുക്തിവാദത്തോട് താല്പര്യമില്ലെങ്കിലും ഞാൻ വ്യക്തിപരമായി പറയട്ടെ, ഏത് വിഷയങ്ങളും ദൈവത്തിനായ ശരി, പരിശുദ്ധാത്മാവിന് പ്രവചനായ ശരി, എന്തായ ശരി, യുക്തിയുക്തപരമായി ചിന്തിക്കണം. അത് കാലഘട്ടത്തിന് യോജിച്ചാണോ? അത് സത്യമാണോ? ബൈബിളുമായിട്ട് എന്തിന് ബന്ധമുണ്ടോ? എന്താണ് അതിന് അടിസ്ഥാനം? പറഞ്ഞ വ്യക്തി ആരിൽ നിന്ന് അറിഞ്ഞ് കേട്ടറിഞ്ഞ് വരുന്നതാണോ? ഇതൊക്കെ തിരിച്ചറിയാതെ പോകുന്നതാണ് പെന്തക്കോസ്ത് സഭകളുടെ അടിത്തറ ഇളക്കിയത്. നല്ല ആത്മബോധമുള്ള, പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമുള്ള നല്ല ഇടയന്മാർ, സഹോദരന്മാരും ഒക്കെ പെന്തക്കോസ്ത് ലോകത്തിലുണ്ടായിരുന്നു. ഞാൻ ഇതിൽ കളിച്ച് വളർന്നു തുടങ്ങിയാണ്. 1973 8-ാം വയസ്സ് മുതൽ സൺഡേ സ്കൂൾ പഠിച്ചും വചനം പഠിച്ചും അതിൻ്റെ ഇടയിൽ ജോലി ചെയ്തൊക്കെ ഇതിൻ്റെ അകത്ത് കളരി മുഴുവൻ കണ്ടു കേട്ടവരാ. അതിൻ്റെ ഗുണവും ദോഷവും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ രൂക്ഷമായി വിമർശിക്കുന്നത്. വെറുതെ പ്രവചനം കേൾക്കരുത്, ദൈവാത്മാവ് നിയോഗത്തിലുള്ളത് തന്നെയാണ്, തിരിച്ചറിയണം എന്ന്
വീണ്ടും ഓർപ്പിക്കുന്നു. അപ്പോൾ ഏത് വിഷയങ്ങളെയും യുക്തിപരമായി ചിന്തിച്ചാൽ നമുക്കൊരു നിഗമനത്തിലെത്താം. അങ്ങനെ വേണം. തൻ്റെ വിശ്വസ്തർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം നിറവേറുമെന്ന് സംശയിക്കാം. അത് മനുഷ്യ സഹജമാണ്. എന്നാൽ ദൈവത്തോട് ചോദ്യങ്ങളും ചോദിക്കാൻ തെറ്റല്ല. കാരണം ദൈവം നമ്മുടെ പിതാവ് സൃഷ്ടിതാവുമല്ലേ. പക്ഷെ നമ്മുടെ പരിമിതികളും രോഗവും ദാരിദ്ര്യവും ബാധ്യതകളും അറിവില്ലായ്മകളും ഒന്നും തന്നെ ദൈവം പരിഗണിക്കാറില്ല. അതിന് ഉദാഹരണമാണ് ഏലിയാവ് മോശയ്ക്ക് യഹോവയായ ദൈവം ഹോരേബിൽ പ്രത്യക്ഷമായതിനെ അനുകരിച്ചുകൊണ്ട് തൻ്റെ ഭൃത്യനെ ബർശിബയിലാക്കി വെച്ചിട്ട് മരുഭൂമി വഴിയായി പട്ടിണിക്കാ പോകുന്നത്. പക്ഷെ ദൈവം ചോദിച്ചു, ഏലിയാവേ, നിനക്കെന്താ ഇവിടെ കാര്യം? നിനക്കിവിടെ എന്താ കാര്യം? നിന്നെ ഏൽപ്പിച്ച ദൗത്യം ഇതാണോ? നീ വന്ന വഴിയായി മടങ്ങിപ്പോകാനാ പറഞ്ഞത്. പക്ഷെ ഇതിടയ്ക്ക് ഏലിയാവ് പറയുന്നുണ്ട് തന്റെ കുടുംബത്തെക്കാൾ ശ്രേഷ്ഠനല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പരാതി പറയുമ്പോഴും ദൈവം ഏലിയാവിന്റെ പരാതിക്കൊന്നും ചെവി കൊടുക്കാതെ പറയുന്നത്, നീ മടങ്ങിപ്പോകാം, നിനക്ക് പകരക്കാരനായി ഞാൻ ഒരുത്തനെ കണ്ടെത്തിയിട്ടുണ്ട്, അവനെ നീ കണ്ടെത്തി അവനെ എനിക്ക് വേണ്ടി നീ നിയോഗിച്ചയക്കണം. ഇതാണ് ദൗത്യം. ഏലിയാവ് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ നല്ലതല്ലേ, പക്ഷെ ദൈവം കേട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മളുടെ ബാധ്യതകളും അറിവില്ലായ്മകളും പ്രശ്നങ്ങളും സമൂഹത്തിൽ ഉന്നത നിലയിൽ ഇരിക്കുന്നവരെയൊന്നും അല്ല ദൈവം വിളിക്കുന്ന സാധാരണക്കാരൻ. ദൈവത്തിന് നമ്മളുടെ എല്ലാ ഉൾപ്പുകളെയും നിലവുകൾ, ഉൾപ്പുകൾ എന്ന് പറഞ്ഞാൽ പഴയ ഗ്രീക്ക് ഭാഷയിൽ ഉൾപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നിയാണ്. നെഫ്രോളജി ഇതിന്റെ ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഈ ഗ്രീക്ക് പദമാണ്. നെഫ്രോ എന്ന് വെച്ചാൽ അരിപ്പ എന്നാണ്. അരിപ്പശാസ്ത്രം പച്ച മലയാളത്തിൽ പറഞ്ഞ. അപ്പോൾ ഉൾപ്പുകളെ നിലവുകളെ അറിയുന്ന ദൈവത്തിന് നമ്മുടെ ഇതൊന്നും പറയണ്ട. അത് തന്നെയാണ് മോശം പറഞ്ഞത്. കർത്താവ്, എനിക്ക് നല്ല വാക്ചാതുര്യത്തോടെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാനൊന്നും കഴിയില്ല. ഞാൻ യുവരാജാവ് അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. ഇന്നത്തെ എത്യോപ്യയുടെ തലസ്ഥാനമായ അഡീദ് അബാസ് ഒക്കെ ഞാൻ കീഴടക്കിയാണ്. കാര്യങ്ങളൊക്കെ അവിടുത്തെ മിസ്രൈമിലെ ഈജിപ്തിലെ സകല മന്ത്രങ്ങളും തന്ത്രങ്ങളും മാർഷൽ ആർട്സ് ആയോധനകളൊക്കെ കലകളൊക്കെ ഞാൻ പഠിച്ചാണ് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ സ്റ്റെഫനോസ് വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് മോശം പറയുന്ന, കർത്താവെ, ഈ പണിക്ക് ഞാൻ അങ്ങനെ സ്യൂട്ടബിൾ അല്ലല്ലോ, വേറെ ആരെങ്കിലും ഒന്ന് അപ്പോയിന്റ് ചെയ്യരുതോ? എൻ്റെ മേഖല വേറെയല്ലേ, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുഴപ്പക്കാരനല്ലാതൊക്കെ ജീവിച്ചോളാമെന്ന് മോശ പറയുമ്പോൾ ദൈവം പറഞ്ഞ്, അത് എനിക്ക് എല്ലാവരെയും അറിയാം, ചട്ടനെയും പൊട്ടനെയും മുടന്തനെയും പോഷനൊക്കെ ഞാൻ ഒക്കെ എനിക്കറിയാം. പക്ഷെ ഞാനിപ്പം തിരഞ്ഞെടുത്തത് ഏൽപ്പിക്കാൻ പോകുന്ന ദൗത്യം നീ ലോകത്തിനൊന്ന് നേതാവാനല്ല, ഇസ്രയേലിന് നേതാവായി അവരെ കൊണ്ടുവരാനാണ്. നീ പോകാൻ പറഞ്ഞു. അടയാളമൊക്കെ നൽകി കൊടുത്തയച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പറയട്ടെ, ദൈവം നമ്മളോട് പറഞ്ഞത് ഗബ്രിയേൽ മാലാഖ ഈ സ്ത്രീയോട്, അല്ല മറിയ എന്ന വിവേകമുള്ള സ്ത്രീയോട് പറയുമ്പോൾ സ്ത്രീ ചോദിച്ച ചോദ്യമാണ്, എൻ്റെ സാഹചര്യ അവസ്ഥയിൽ ഇങ്ങനെ ഒരു രാജകുമാരനെ പ്രസവിക്കുമോ? പ്രസവിക്കുമ്പോൾ രാജകുമാരനാണ്. രാജാവിൻ്റെ വീട്ടിൽ ജനിച്ചാൽ രാജകുമാരനാകും, മന്ത്രിയുടെ വീട്ടിൽ ജനിച്ചാൽ മന്ത്രികുമാരനാകും, പ്രഭുവിൻ്റെ വീട്ടിൽ ജനിച്ചാൽ പ്രഭുകുമാരനാകും, ഇടയൻ്റെ വീട്ടിൽ ജനിച്ചാൽ ഇടയൻ്റെ മകനാകും, ആശാരിയുടെ വീട്ടിൽ ജനിച്ചാൽ ആശാരിയുടെ മകനാകും. ഇതല്ലേ നാടൻ രീതി. പക്ഷെ ഗബ്രിയേൽ പറഞ്ഞത്, നീ കൂടുതൽ സ്വപ്നമൊന്നും കാണണ്ട, നീ ഒരു ആൺമകനെ പ്രസവിക്കും, അവൻ രാജാവാകുന്നത് ഇസ്രയേലിൻ്റെ രാജാവും ലോകത്തിൻ്റെ രാജാവായിരിക്കും. ദൂതൻ മറിയോട് പറയുന്നതും അതാണ്. ദൈവത്തിന് ഒന്നും അസാധ്യം അല്ലല്ലോ. ലൂക്കോസ് 1:37. ഞാൻ ചോദിക്കുന്നത്, ഈ സാധാരണക്കാരിയായ വില്ലേജ് സ്ത്രീ, അവൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ടും ഞാൻ എൻ്റെ ദൂതനെ വിട്ട് പറഞ്ഞാൽ അവൾ വിശ്വസിക്കുമെന്നും അംഗീകരിക്കുമെന്നും അറിയാവുന്നതുകൊണ്ടല്ലേ മറിയോട് പറഞ്ഞേ? അങ്ങനെയെങ്കിൽ ഈ കത്തോലിക്കരി ഓർത്തഡോക്സുകാരൻ ചെയ്യുന്ന പോലെ മറിയ ദൈവത്തിൻ്റെ മാതാവാണ്, ദൈവമാതാവേ, അത് തമ്പുരാൻ്റെ അമ്മയെന്നൊന്നും പ്രൊട്ടസ്റ്റന്റ് സഭ വിളിക്കുന്നില്ലെങ്കിലും നിങ്ങളെക്കാൾ ഏറെ മറിയെ ബഹുമാനിക്കുന്നുവെങ്കിലും മറിയ ഒരിക്കലും ആരാധനാപാത്രമല്ല. നിങ്ങൾക്ക് വചനം തെളിവായി വായിക്കാൻ അത് വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ ശിഷ്യന്മാരും മറ്റുള്ളവരുടെ കൂട്ടി 120 പേർ കൂടി ഇരുന്നതിൽ യേശുവിൻ്റെ അമ്മയായ മറിയയും അവിടെയും ഉണ്ടായിരുന്നു. ഈ പാഠഭാഗത്ത് നിന്ന് ഇതാ കർത്താവിൻ്റെ ദാസി എന്നാ പറയുന്നത്, അല്ലാതെ തമ്പുരാൻ്റെ അമ്മയായിട്ടല്ല. നിങ്ങൾ തമ്പുരാൻ്റെ അമ്മയാക്കുവോ? അമ്മയെ ഉടലോടെ 1956 അന്നുണ്ടായിരുന്ന ഒരു മാർപ്പാപ്പ ഒരു പ്രഖ്യാപനം നടത്തി, മറിയെ അമലോത്ഭവയാക്കി. എന്ന് വെച്ചാൽ
ശരീരത്തിൽ പാപം ഇല്ലാത്തവളെന്ന് ഇവർ തന്നെ അങ്ങ് പ്രഖ്യാപിച്ചു. എൻ്റെ ചോദ്യം, 1956 വരെ മറിയയുടെ ഈ ശരീരമോ ഈ അവസ്ഥ എവിടെയായിരുന്നു? ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. മണ്ടത്തരം പറയുന്നതിന് അതിരില്ലേ കത്തോലിക്കരെ? നിങ്ങൾ മണ്ടത്തരം പറഞ്ഞത് കത്തോലിക്കര് വിശ്വസിച്ചുവെങ്കിലും എല്ലാവരും മണ്ടന്മാരല്ല. അപ്പോൾ അമലോത്ഭവയല്ല, സ്ത്രീയിൽ നിന്നും പുരുഷൻ ജനിച്ച എല്ലാ മനുഷ്യനും പാപിയാണ്. ആദാമ്യ പാപമുണ്ട്, ജന്മപാപം കർമ്മപാപമുണ്ട്. അങ്ങനെയുള്ള സ്ത്രീ എങ്ങനെയാണ് അമലോത്ഭവയാവുന്നത്? എന്തുകൊണ്ടാണ് യേശുക്കുഞ്ഞിനെ പ്രസവിച്ചിട്ട് സ്ത്രീ തിരുവഴുത്തിന്റെ നിയമം അനുസരിച്ച് അവൾ കുഞ്ഞിനെയും കൊണ്ട് ആലയത്തിൽ പോകുമ്പോൾ സാധാരണക്കാർ ദരിദ്രയായതുകൊണ്ട് ആ യാഗം കഴിക്കാൻ മറ്റു മൃഗങ്ങളെ കൊടുക്കാൻ സാമ്പത്തിക ഭദ്രയില്ലാത്തതുകൊണ്ട് കുറുപ്രാവിനെ കൊണ്ടുപോയി എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ ഈ വാക്യം നിങ്ങളുടെ ബൈബിളില്ലേ? അവൾ സ്ത്രീയാണ്, മനുഷ്യ സ്ത്രീയാണ്, പക്ഷെ കർത്താവിനെ തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് ഓർക്കണം, കർത്താവിനെ തിരഞ്ഞെടുത്തവരെയൊക്കെ ഒന്നും അഭിഷിക്തദാസന്മാരായി പെന്തക്കോസ്തുകാരെ നിങ്ങളും അഭിസംബോധന ചെയ്യരുത്. കർത്താവിന്റെ ദാസനാണ്, സെർവന്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു. അല്ലാതെ നിങ്ങളുടെ ഒന്നും ആരുടെ ദാസനല്ല. ആരുടെ ദാസനായി പോകരുത്, ആരുടെ മുമ്പിൽ ഓച്ചാനിച്ചിരിക്കാൻ പോകരുത്. നിന്നോട്ടെ, പോട്ടെ, ഇസയ്ക്ക് വേണ്ടിയിട്ട് വല്ലവൻ്റെയൊക്കെ കാല് പിടിക്കാനൊക്കെ പോകരുത്, നാണക്കേട് വരും. നിങ്ങൾക്ക് നന്മ എന്ന വിശ്വാസികൾ തന്നെ എന്നോട് പലരെക്കുറിച്ചും പറഞ്ഞു, ഞാൻ പേരൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവവൃത്യന്മാരെ, നിങ്ങൾ ദൈവത്തിൻ്റെ ദാസനായിരുന്നാൽ ദൈവം നിങ്ങളെ മാനിക്കും. അപ്പോൾ ടോപ്പിക്ക് മറക്കരുത്. തൻ്റെ പരിധികളിൽ പതറാതെ തന്മയത്വത്തോടെ വിവേകത്തോടെ മറിയ ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? ദൈവത്താൽ ഒന്നും അസാധ്യമല്ലല്ലോ. തിരുവഴുത്തിലേക്ക് മടങ്ങി വരാം. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാൻ ദൈവം നിങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.